വേദിയിലുള്ള പാർട്ടിയുടെയും വിമൻ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മഹാരാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സായാഹ്നത്തിൽ റിപ്പബ്ലിക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിനത്തിൽ ഇന്ത്യൻ ജനത ഉയർത്തേണ്ട സുപ്രധാനമായ ഒരു മുദ്രാവാക്യം, ഒരു ആവശ്യം മുമ്പിൽ വെച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിവിധ ഇടങ്ങളിൽ ഇതുപോലെയുള്ള പൊതുപരിപാടികളിലൂടെ പൊതുസമൂഹത്തോടും രാജ്യത്തെ ഭരണാധികാരികളോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2 സുപ്രധാനമായ ദിവസങ്ങളാണ് നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് നാം ആഘോഷിച്ചു വരുന്നത്. അതിലൊന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, മറ്റൊന്ന് റിപ്പബ്ലിക് ദിനമാണ്. ഈ 2 ദിനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതുപോലെ കുറച്ച് വിദ്യാർത്ഥികളുമൊക്കെ ഒരു ചടങ്ങായി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുസ്ഥിതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനത്തെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ്. 1947 ആഗസ്റ്റ് 15 നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു സർവാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26-നാണ്. 1930 ജനുവരി 26-ന് ഇന്ത്യക്ക് സ്വരാജ്, പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനത ആദ്യമായി ഉയർത്തിയ ദിവസം എന്ന നിലയിലാണ് ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ദിവസമായി, റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അതുവരെ രാജാവും പ്രജകളുമായിരുന്ന ആളുകൾ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ അതുവരെ പ്രജകളായിരുന്നുവെങ്കിൽ അവർ പൗരന്മാരായി മാറിയ, ഒരു രാഷ്ട്രത്തിന്റെ പൗരന്മാരായി മാറിയ സുപ്രധാനമായ ദിവസമാണ് ജനുവരി 26. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ജനത നമ്മൾ സ്വയം തയ്യാറാക്കി, സ്വയം തീരുമാനിച്ച്, സ്വയം പ്രഖ്യാപിക്കുന്ന എന്ന ആമുഖത്തോടുകൂടി ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളോട് ഏതാണ്ട് കിടപിടിക്കാവുന്ന
ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഭരണഘടന ഈ ജനുവരി 26-ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. മറ്റു പല രാഷ്ട്രങ്ങളെയും പോലെ ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ വളരെ കുറവാണ്. പല രാഷ്ട്രങ്ങളിലും ഒരേ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും, അതല്ലെങ്കിൽ ഒരേ മതക്കാരായിരിക്കും, അതല്ലെങ്കിൽ ഒരേ സംസ്കാരം ഉള്ളവരായിരിക്കും. ഇന്ത്യയിലെ ജനങ്ങള് വിവിധങ്ങളായ ഭാഷകൾ, വിവിധങ്ങളായ സംസ്കാരങ്ങൾ, ആയിരക്കണക്കിന് ജാതികൾ, മതങ്ങൾ, ഇങ്ങനെ വിഭിന്നങ്ങളായ ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ധാരാളം ഘടകങ്ങളുള്ള ഇന്ത്യ പോലെ ഇത്രയും സങ്കീർണമായ ഒരു രാഷ്ട്രം ഒരുപക്ഷെ ഇന്ത്യയിൽ ലോകത്ത് വേറെയില്ല. ഈ സങ്കീർണമായ ഈ രാഷ്ട്രത്തെ വിവിധ താല്പര്യങ്ങളുള്ള, വിവിധ ഭാഷകളുള്ള, വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ ഭക്ഷണ രീതികളുള്ള ഈ തരത്തിലുള്ള വിവിധങ്ങളായ ജനതകൾ അധിവസിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം മാത്രമാണുള്ളത്. അതാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ ജനത ഒരു സമൂഹമായി, ഒരു ജനതയായി മാറുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു രാഷ്ട്രമാക്കി നിലനിർത്തുന്നതിൽ, ഇന്ത്യൻ ജനതയെ ഐക്യപ്പെടുത്തുന്നതിൽ, ഇന്ത്യയിലെ വിവിധങ്ങളായ ജനങ്ങളെ അവരുടെ താല്പര്യത്തിനപ്പുറം രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം നിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം ഈ റിപ്പബ്ലിക് ഡേ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. അതോടൊപ്പം ഈ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു ഏകകം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ ഭരണഘടനയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള പരിശോധനയാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ചുരുക്കം ചില ആളുകൾ ഒഴിച്ച് ഈ രാജ്യത്തെ 99% ആളുകളും സന്തോഷപൂർവം സ്വാതന്ത്ര്യദിനമോ സന്തോഷപൂർവം റിപ്പബ്ലിക് ഡേയോ ആഘോഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് പലരും തെരുവിൽ പറയാൻ തയ്യാറാകുന്നില്ല, അതിന് ഭയപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ ജനത എത്തിച്ചേർന്നത്, ഇന്ത്യൻ സാഹചര്യം എത്തിച്ചേർന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭരണഘടന നടപ്പിലാക്കുന്ന, അതിന് ഉത്തരവാദിത്തപ്പെട്ട, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട, അതാത് കാലത്ത് ഈ രാജ്യത്ത് ഭരണഘടന നടപ്പിലാക്കിയ അതിന് ഇന്ത്യൻ ജനത അവരുടെ വോട്ട് നൽകി ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയക്കാരാണ്, ഭരണാധികാരികളാണ്. ഒരു പൗരസ്വാതന്ത്ര്യം ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു അടിത്തറ. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ, 1ാം ക്ലാസ് മുതൽ സ്കൂളിലെ അസംബ്ലികളിൽ ഓരോ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നാം ഓരോരുത്തരും വളർന്നു വന്നത്.
ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, അതേപോലെ സാഹോദര്യം എന്നീ 3 വാക്കുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഡോക്ടർ BR അംബേദ്കർ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തില് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ, സ്വാതന്ത്ര്യവും അതുപോലെ ഈക്വാലിറ്റിയും സമത്വവും സാഹോദര്യവും പരസ്പരം ഇണങ്ങിച്ചേർന്നുകൊണ്ട് ഇത് 3ഉം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹം എന്ന് ഉണ്ടാകുന്നുവോ അന്ന് മാത്രമേ നമ്മൾ ഈ കടലാസിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഭരണഘടന, ഈ യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് സത്യമായി പുലരുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ ഭരണഘടന, നമ്മൾ ഇന്ന് ഇവിടെ പാസാക്കുന്ന ഈ കടലാസുകൾ, ഈ നിയമങ്ങൾ ഏട്ടിലെ പശുവായി മാറും എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണിപ്പോ 76 വർഷം പിന്നിടുമ്പോ, റിപ്പബ്ലിക്കിന്റെ 76 വർഷം പിന്നിടുമ്പോ എന്താണ് നമുക്ക് ഇന്ന് രാജ്യത്ത് ഇന്ന് കാണാൻ സാധിക്കുന്നത്? SDPI മാത്രമല്ല, പലരും വിചാരണ തടവുകാരെ വിട്ടയക്കുക എന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെയാണ്, രാഷ്ട്രീയ ഭൂമികയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5.5 ലക്ഷം തടവുകാരാണ് ഇന്ന് ഇന്ത്യൻ ജയിലുകളിൽ ഉള്ളതെങ്കിൽ അതിൽ 4,20,000 ആളുകൾ വിചാരണ തടവുകാരാണ് എന്നാണ് കണക്ക്. അതായത് ഇന്ത്യയിലെ ജയിലുകളിൽ 4 ആളുകളുണ്ടെങ്കിൽ അതിൽ 3 ആളുകളും വിചാരണ കാത്തു കഴിയുന്ന, ജാമ്യം ലഭിക്കാതെ വിചാരണ കാത്ത് കഴിയുന്ന, വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ആളുകളാണ്. രാഷ്ട്രീയ തടവുകാർ എന്നൊരു വിഭാഗം എന്ന ഒരു ടേം, ഒരു അർത്ഥത്തില് ഗവൺമെന്റിന്റെ കണക്കിലില്ല. പക്ഷേ ആംനസ്റ്റി പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ, PUCL പോലെയുള്ള സംഘടനകൾ, മറ്റ് മനുഷ്യാവകാശ പ്രവർത്തക സംഘടനകൾ ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ കണക്ക് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിചാരണ കാത്തുകഴിയുന്ന, വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരല്ല, വിചാരണ കാത്തുകഴിയുന്ന, വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന രാഷ്ട്രീയ തടവുകാർ, അതായത് ഗവൺമെന്റിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള കാടൻ നിയമങ്ങൾ ഉപയോഗിച്ച് തടവിലാക്കപ്പെട്ടവർ. അതിൽ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്, അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അങ്ങനെ ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ കാത്തു കഴിയുന്ന രാഷ്ട്രീയ തടവുകാർ ഏകദേശം 12,000-ഓളമാണ് എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ടിട്ടുള്ള കണക്ക്. ഇത് ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണാധികാരികളോട് ഈ രാജ്യത്തെ പൗരന്മാർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു നജീബ് കേസില് സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. UAPA കേസുകളിൽ പോലും ഒരാളെ അന്യായമായി ദീർഘകാലം തടവിലിടുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന്. എന്നാൽ അതേ സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജ് അല്ലെങ്കിൽ മറ്റൊരു ബെഞ്ച് നമുക്ക് കാണാൻ സാധിച്ചു, ഉമർ ഖാലിദ് എന്ന
ഡൽഹിയിലെ CAA-ക്കെതിരെ ഗവൺമെന്റിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയെന്ന കാരണത്താൽ ജയിലിലടക്കപ്പെട്ട ഉമർ ഖാലിദ് 5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന് ഇതേ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്നു. ഭരണഘടനയില് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പൗരാവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പൗരന്റെ ഡിഗ്നിറ്റി, ഒരാളുടെ അന്തസ്സ് കാത്തു സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് ലിബർട്ടി ഓരോ പൗരനുമുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തിലെ ഭരണ സംവിധാനങ്ങൾ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തില് പൗരന്മാർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെ നേതൃത്വം നൽകുന്നു. അതായത് ഭരണഘടനയെ തകർക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഇത് നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ്. നമ്മൾ ആലോചിക്കണം, യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയുടെ മൂല്യങ്ങളോട്, അതിനോട് നീതി പുലർത്തിയ ഒരു ഗവൺമെന്റും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സഹോദരിമാരെ യാഥാർത്ഥ്യം. ഭരണഘടന നിലവിൽ വന്ന് 9ാമത്തെ വർഷം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അത് കേരളത്തിലാണ്. കേരളത്തിലെ EMSന്റെ മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചു വിട്ടത് നമുക്കറിയാം. ഫെഡറൽ സംവിധാനമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടാനുള്ള, ഭരിക്കുന്നവർക്ക്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ, അവരുടെ രാഷ്ട്രീയ വീക്ഷണത്തിനെതിരാണെങ്കിൽ, അവർക്ക് അനിഷ്ടകരമായി വല്ലതും സംഭവിച്ചാൽ അത്തരം ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഒരു ഓപ്ഷൻ, അതിനുള്ള ഒരു അവസരം ഇന്ത്യൻ ഭരണഘടനയിൽ നിലനിൽക്കുകയാണ്. ഭരണഘടന വളരെ ശക്തമാണ്. ഈ ശക്തമായ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയിട്ടുള്ള ഒരു സർക്കാർ, ആ ഒരു പാർലമെന്റ് ഈ രാജ്യത്തെ ആളുകൾക്ക് പൗരത്വം നൽകുമ്പോ, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മറ്റേത് മതക്കാരനാണെങ്കിലും നൽകാം, മുസ്ലിം ആണെങ്കിൽ അവന് പൗരത്വം നൽകരുത് എന്ന് നിർദ്ദേശിക്കുകയല്ല എന്ന് നിയമം പാസാക്കിയത്. എത്രമാത്രം വലിയ വൈരുദ്ധ്യമാണിത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാജ്യത്ത് ഏതാണ്ട് ആദ്യകാലം മുതൽ, BJPയുടെ കാലം മുതൽ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കാലം മുതലേ ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന, ഭരണകൂടത്തിന്റെ നിലപാടുകളെ എതിർക്കുന്ന ആളുകളെ ദീർഘകാലം ജയിലിലടക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മിസ, നമുക്കറിയാം, അടിയന്തരാവസ്ഥ ഇതുപോലെ മറ്റൊരു പ്രധാന വിഷയമാണ്. ഭരണഘടനയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഒരു രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു. പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, മാധ്യമ സ്വാതന്ത്ര്യം തടയപ്പെട്ടു. ഗവൺമെന്റിന്റെ താല്പര്യത്തിനെതിരായി ഏതെങ്കിലും ഒരു മാധ്യമം, ഒരു പത്രം എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ അതിന്റെ എഡിറ്റർക്ക് ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് അടിയന്തരാവസ്ഥ വിമർശിച്ച, ആയിരക്കണക്കിന് ആളുകളാണ് 2 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുള്ളത് മിസ പ്രകാരം. അതിനുശേഷം ടാഡ വന്നു. ടാഡയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ പോട്ട കൊണ്ടുവന്നു. അതിനെതിരെ വമ്പിച്ച രാഷ്ട്രീയ ക്യാമ്പയിൻ ഇന്ത്യ രാജ്യത്തുണ്ടായപ്പോ അത് റദ്ദാക്കിയിട്ട് പിന്നീട് ഒരു ചാൻസ് കിട്ടിയപ്പോ, ഒരു അവസരം കിട്ടിയപ്പോ UAPA കൊണ്ടുവന്നു. UAPAയില് 2019 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 2019 UAPAയില്
അതിഭീകരമായ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതി അനുസരിച്ച് ഗവൺമെന്റിന് ഒരു വ്യക്തിയെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാം. അതിന് കോടതിയുടെ അനുവാദം ആവശ്യമില്ല. സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രം മതി. അതിലൂടെ ഒരു വ്യക്തിയെ ഗവൺമെന്റിന് ഭീകരവാദിയായി പ്രഖ്യാപിക്കാം. അങ്ങനെ ഒരാളെ പേരിൽ ഭീകരവാദം ചാർത്തപ്പെട്ടാൽ അയാളുടെ സ്വത്ത് കണ്ടുകെട്ടാം, അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാം, അയാളുടെ യാത്രകൾ തടയാം. ഏറ്റവും വലിയ തമാശ, അയാൾക്ക് അതിനെതിരെ അപ്പീലിൽ പോകണമെങ്കിൽ പോകേണ്ടത് സർക്കാർ നിയോഗിച്ച സമിതിയുടെ മുമ്പിലാണ്. സർക്കാർ നിയോഗിക്കുന്ന, സർക്കാർ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ ഒരാള് UAPA കേസിൽ അപ്പീലിൽ പോകേണ്ടത് അതേ സർക്കാർ നിയോഗിക്കുന്ന സമിതിയുടെ മുമ്പിൽ. ഇങ്ങനെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായ നിയമങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുക്കപ്പെടുന്നു. എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ രാജ്യത്തെ ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്നു. ആളുകളെ, അതുപോലെ ഞങ്ങൾക്കറിയാം ED, PMLA, EDയുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ തന്നെയാണ്. അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തി എന്നതാണ് മോദി വന്നപ്പോ ചെയ്തിട്ടുള്ളത്. ഒരു ED എന്ന ഒരു വകുപ്പിന് മുമ്പിൽ, EDയുടെ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഒരാൾ നൽകുന്ന മൊഴി, ഒരാളെ അയാളെ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ അയാളെ പീഡിപ്പിച്ചോ നിർബന്ധിതാവസ്ഥയിൽ ഒരു മൊഴി നൽകിയാൽ അതൊരു ജഡ്ജിയുടെ മുമ്പിൽ നൽകുന്ന മൊഴിക്ക് സമാനമായി മാറുന്ന ഒരു നിയമം. ഇത്ര വിശാലമായ വമ്പിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്താണ് ഇതുപോലെ പൗരാവകാശങ്ങൾക്കും പൗര താല്പര്യങ്ങൾക്കും പൗര സ്വാതന്ത്ര്യത്തിനുമെതിരായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെതിരെ മൗനം പാലിക്കുക എന്നതല്ല, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവുമായി ഇന്ത്യൻ പൗരന്മാർ തെരുവിലുണ്ടാവുക എന്നതാണ് ഇത്തരം അനീതികളും അന്യായങ്ങളും അവസാനിപ്പിക്കാനുള്ള മാർഗം. അങ്ങനെ ഇത്തരം അന്യായങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി അറസ്റ്റും ജയിലും കേസുകളും ഉണ്ടാകും. അതിനു മുമ്പിൽ ഭയപ്പെടാതെ ഈ ജനതയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഈ ജനത അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും. അത്തരം ഇതിനേക്കാൾ ഭീകരമായ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ മുൻഗാമികളായ ആളുകൾ തയ്യാറായതുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഈ തരത്തിലുള്ള അന്യായങ്ങൾ, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങള് അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് കഴിഞ്ഞ മാസം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയെന്ന പേരിൽ 2 മിഷനറി പ്രവർത്തകന്മാരെ ഉത്തർപ്രദേശിലെ ഒരു കോടതി 5 വർഷം തടവിന് ശിക്ഷിച്ചത് വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവരെ ശിക്ഷിച്ച കോടതി നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് അംബേദ്കർ നഗർ ജില്ല എന്നാണ്. അംബേദ്കർ നഗർ, അംബേദ്കറുടെ പേരിൽ അറിയപ്പെടുന്ന, ഭരണഘടന എഴുതിയിട്ടുള്ള, ഭരണഘടനയുടെ ഈ മൗലികാവകാശങ്ങളും പൗരാവകാശങ്ങളും ശക്തമായി ഉയർത്തിപ്പിടിച്ച് അതിനുവേണ്ടി സംസാരിച്ച, അതിന് നേതൃത്വം നൽകിയ മഹാനായ ഡോക്ടർ BR അംബേദ്കറുടെ പേരിലുള്ള ഒരു പ്രദേശത്തെ ഒരു കോടതിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന് 2 ആളുകളെ ശിക്ഷിച്ചത് എന്ന്. എത്ര വലിയ വൈരുദ്ധ്യമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട്
ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന പൂർണ്ണമായ തോതിൽ അതിന്റെ ശരിയായ രീതിയിൽ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള സമരത്തിന് തയ്യാറാവുക എന്നതാണ്. അത് രാജ്യത്തെ നമ്മുടെ ഒരു ധർമ്മമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. യഥാർത്ഥത്തില് ഭരണഘടന പാസാക്കിയിട്ടുള്ള അസംബ്ലിയിൽ ഡോക്ടർ BR അംബേദ്കർ എന്തെല്ലാം ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നോ ആ ആശങ്കകളെല്ലാം യാഥാർത്ഥ്യമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. അതിന്റെ വിവിധ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ ഈ സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. രണ്ട് പ്രഗത്ഭരായ പ്രസംഗകർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ തടവുകാർ മുഴുവൻ വിചാരണ തടവുകാരെയും വിട്ടയക്കേണ്ടതുണ്ട്. ബെയിലീസ് റൂൾ എന്നാണ് നിയമം എന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. കോടതികളും ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ജാമ്യമാണ് നിയമം. ജാമ്യമാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന കോടതികൾ തന്നെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇന്ത്യൻ ജയിലുകളിൽ 5 വർഷവും 6 വർഷവും ഒക്കെയായി അടച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതി ഇത് യഥാർത്ഥത്തില് രാജ്യ താല്പര്യത്തിനെതിരാണ്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി വീരത്യാഗം വഹിച്ച നമ്മുടെ രാജ്യത്തിന്റെ ധീരരായ ദേശാഭിമാനികളോട് ചെയ്യുന്ന അനീതിയാണ്, വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇതിന് മാറ്റമുണ്ടാകേണ്ടതുണ്ട്. മഞ്ചേരിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ നാട്ടുകാരനായ OMA സലാം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, SDPയുടെ സ്ഥാപക പ്രസിഡന്റ് അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ UAPA ചുമത്തപ്പെട്ട് ജയിലിലാണ്. അവരുടെയും മുമ്പ് UAPA ചുമത്തപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന വർഷങ്ങളായി കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യൻ ജയിലുകളിലുണ്ട്. വിചാരണ ചെയ്യട്ടെ, കോടതികൾ വിചാരണ ചെയ്യട്ടെ, കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കട്ടെ. നമ്മുടെ മുമ്പിൽ, കേരളക്കാരുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. അബ്ദുൽ നാസർ മഅദനി സാഹിബ് 9.5 വർഷം ജാമ്യമില്ലാതെ കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞിട്ട് അവസാനം നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കുന്നു. ഇത് എത്ര വലിയ വിരോധാഭാസമാണ്. കുറ്റവാളിയാണെങ്കിൽ ശിക്ഷ വിധിച്ചിട്ട് അവരെ ശിക്ഷിക്കാം. അതിനു മുമ്പേ ശിക്ഷിക്കുന്നത്, ഒരാളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പേ കുറ്റവാളിയെ പോലെ ശിക്ഷ വിധിക്കുന്നത്, അത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമായ സംഗതിയല്ല. സർക്കാരുകൾ, ഭരണാധികാരികൾ വിമർശനത്തിനുള്ള അവകാശം, വിയോജിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി, അദ്ദേഹം അന്ന് വെസ്റ്റ് ബംഗാളിലാണുള്ളത്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്താണ് താങ്കൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ, പിന്നീട് നമ്മൾ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ച ഗാന്ധിജി പറഞ്ഞത്, ഈ രാജ്യത്ത് വേദനിക്കുന്ന ഏതൊരു പൗരന്റെയും കണ്ണീരൊപ്പുക എന്നതാണ് രാജ്യത്തെ ഏതൊരു സാധാരണക്കാരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഇന്ത്യക്കാരുടെ മുമ്പിൽ, ഇന്ത്യക്കാരുടെ തലയിൽ വന്നിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നായിരുന്നു. എന്താണ് ഇപ്പോ ഇന്ത്യയിൽ അവസ്ഥ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നിരാശപ്പെടാനുള്ളതല്ല. നമ്മളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ജനതയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയിട്ടുള്ളത്. ഈ രാജ്യത്തെ ഓരോ പൗരനും ഒരു വോട്ട്, ഒരു മൂല്യം.
ആ വോട്ടവകാശം, ഈ പൗരന്റെ സംസാരിക്കാനുള്ള അവകാശം, പ്രതികരിക്കാനുള്ള അവകാശം, ആ അവകാശത്തെ തടയാൻ ഏതൊക്കെ നിയമങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ ഭരണകൂടങ്ങൾ ശ്രമിച്ചാലും ശരി, അതിനു മുമ്പിൽ തോറ്റുകൊടുക്കില്ല എന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മുമ്പ് നടത്തിയ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഏറ്റുപിടിക്കാനും ആവർത്തിക്കാനും നമ്മൾ ഈ തലമുറ തയ്യാറാകണം. എങ്കിൽ ഇന്ത്യൻ ജനത, അടുത്ത തലമുറ സന്തോഷത്തോടു കൂടി കഴിയുന്ന അവസ്ഥയുണ്ടാകും. ഇന്ന് ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ സന്തോഷം, ഹാപ്പി ആയി കഴിയുന്ന രാജ്യങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന കണക്കനുസരിച്ച്, റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ വളരെ വളരെ പിറകിലാണ്. 121 122 സ്ഥാനത്താണ്. രാജ്യത്തെ ജനങ്ങള് സന്തുഷ്ടരല്ല. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന് കേരളം പ്രഖ്യാപിച്ചത് പോലും ഈ 2 മാസം മുമ്പ് മാത്രമാണ്. നമുക്കറിയാം, അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ബാക്കി ഒരു സംസ്ഥാനത്തും, ബാക്കിയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അതിദാരിദ്ര്യ സ്ഥലമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് SDPI പറയുന്നത്, SDPI സംബന്ധിച്ചിടത്തോളം ഏത് ഭക്ഷണം കഴിക്കണമെന്നതല്ല, പശുവിറച്ചി കഴിക്കാമോ എന്ന് ചിന്തിക്കുന്നവരാണ് RSSകാര്. SDPIയുടെ നിലപാട് ഏത് ഭക്ഷണം കഴിക്കണമെന്നതല്ല, ഇന്ത്യ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്ന ചോദ്യമാണ് SDPI ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ടാണ് വിശപ്പിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.